friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നാണ്. അത് നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് 2 വലിയ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് അരച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉഴുന്നുവട നല്ല ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം അറിയാനായിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഇതേപോലെ മാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊന്തി വരികയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് 3 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കണം. ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 3 മണിക്കൂർ നമ്മൾ അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് വളരെ ചെറുതാക്കി വേണം അരിയാനായിട്ട്. ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി. ഇതിലേക്ക് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ്. നമ്മൾ പൊടിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഉഴുന്നുവട ആ ഒരു ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമുക്ക് അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കുക. സിമ്പിളാണ്. ചെറിയൊരു ബോൾ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ മാവും ഇതേപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് കോരാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അതാണ് ഈ ഉഴുന്നുവട കറക്റ്റായിട്ടുള്ളൊരു പാകം. ഉൾഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ ഉഴുന്നുവട മുകളിലേക്ക് പൊന്തി വരും. അതിനുശേഷം 2 ഭാഗവും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം 2 ഭാഗവും മറിച്ചിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഉഴുന്നുവട 2 സൈഡും നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക, എണ്ണ പോകാനായിട്ട്. ഇതേപോലെ ബാക്കിയുള്ള മാവ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഉഴുന്ന് മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവും. ഉഴുന്നും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ ഇഡ്ഡലിയിൽക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യണം. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.